ഹേ ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഈവനിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണ്. എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. വീഡിയോയിലേക്ക് കടന്നേക്കാട്ടി മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മൈദ എടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കരിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും പിന്നെ മല്ലിച്ചേപ്പും ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. അതിനുശേഷം നല്ല ജീരകം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈര് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. കുറച്ചൊരു വാട്ടറി കൺസിസ്റ്റൻസി ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. നല്ല പോലെ മിക്സാക്കി കൊടുക്കണം. പിന്നെ മിക്സാക്കുമ്പോൾ ഇങ്ങനെ മിക്സാക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ബജ്ജി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് വേണ്ടത്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ബോൾസ് പരുവത്തിലാണ് ഇതേപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ബോൾസ് ഇവിടെ പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടുകൊണ്ടാണ് ഇതേപോലെ ഇങ്ങനെ പൊങ്ങിയിട്ട് വന്നത്. അങ്ങനെ ഒരു ട്രിപ്പ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. അങ്ങനെ അടുത്ത ട്രിപ്പ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ ഫ്രൈ ആവണ വരെ നമുക്ക് ഇതിലേക്ക് വേണ്ട ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം മല്ലിച്ചപ്പ്, അതിനുശേഷം പുതിന, അതിനുശേഷം വേണ്ടത് പൊട്ടുകടല. ഇത് മെയിനാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം. കടുക്, വറ്റൽമുളക്, പിന്നെ കരിവേപ്പില ഒക്കെ കൂട്ട് വറവിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നെടുത്ത് നോക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കൺസിസ്റ്റൻസിലാണ് വന്നിരിക്കുന്നത്. നല്ല ചട്നി കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു നോക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കും. നല്ല ഇഷ്ടപ്പെടും. വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ. ചെറിയൊരു മധുരിപ്പും കുറച്ച് ഉപ്പും ഈ ഉഴുന്നുവടയുടെ കൺസിസ്റ്റൻസി മാതിരി തന്നെ, പക്ഷെ കുറച്ച് മധുരമൊക്കെ ചേർന്നിട്ട് വേറൊരു ടേസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.